रोक लो ഇറങ്ങണ്ട അവിടെ നിന്നെടുക്ക് ഇറങ്ങി തിരിച്ചു കയറാൻ പറ്റില്ല നീ അവിടെ നിന്നായി ബാക്ക് ബാക്ക് കുറച്ച് ബാക്ക് ഇങ്ങോട്ട് ചേർന്ന് നിൽക്ക് ട്രൈപ്പോഡ് നിൽക്ക് ഓക്കെ ഇവനെ മാറ്റാ നിന്റെ മുമ്പിൽ നിൽക്കണം നിക്ക് നീ ആദ്യം പറഞ്ഞിട്ട് പോ ക്യാമറയിലേക്ക് നോക്കണം ഇടയ്ക്കിടയ്ക്ക് ടേക്ക് तौफीक ഹലോ 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 കുറച്ചുകൂടെ അങ്ങോട്ട് പോ പോട്ടെ 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 ഇവിടെ പൈസ ഒന്ന് തലമാട്ടാ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ദിനമാണ് ഇപ്പോൾ മണിപ്പൂരിലൂടെ കടന്നുപോകുന്നത്. സെക്മയിൽ നിന്ന് ആരംഭിച്ച യാത്ര കാൻകോപ്പിയിലാണ് എത്തി നിൽക്കുന്നത്. കാൻകോപ്പിയിൽ രാഹുൽ ഗാന്ധിയെ കാണാൻ നിന്ന ആളുകളുമായിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി സംവദിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് രാഹുൽ ഗാന്ധിയെ കാണാനായിട്ട് ഈ റോഡിന്റെ ഇരുവശങ്ങളിലും ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നത്. അവരുമായി രാഹുൽ ഗാന്ധി അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബസ്സിലാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ യാത്ര നടത്തുന്നത്. ചില സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നടക്കൽ 6 കിലോമീറ്റർ നടക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് രാഹുൽ ഗാന്ധി ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ എത്തിയപ്പോൾ അവരുമായി സംവദിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ രാഹുൽ ഗാന്ധിക്ക് മണിപ്പൂരിൽ ലഭിക്കുന്നുണ്ടെന്നുള്ള വലിയ സൂചന തന്നെയാണ് ഈ ആൾക്കൂട്ടം ഇപ്പോൾ നൽകുന്നത്. കാരണം മണിപ്പൂരിൽ ഇംഫാലിൽ നിന്ന് തുടങ്ങേണ്ട യാത്ര വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാർ അതിന് അനുമതി നൽകിയിരുന്നില്ല. അതിനെ തുടർന്ന് തൗബാലിൽ നിന്നായിരുന്നു ഇന്നലെ യാത്ര തുടങ്ങിയത്. ഇപ്പോൾ നിരവധി പേർ രാഹുൽ ഗാന്ധിയെ കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുമായിട്ടുള്ള നിരവധി ആളുകൾ ഇവർക്ക് രാഹുൽ ഗാന്ധിയെ കാണാനും സംസാരിക്കാനും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. മണിപ്പൂരിന്റെ തനത് കലാരൂപങ്ങൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന മണിപ്പൂരിലെ ജനങ്ങൾ ഇപ്പോൾ നൽകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. വലിയ പിന്തുണ തന്നെ വിവിധയിടങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധയിടങ്ങളിൽ 2 ഇടങ്ങളിൽ രാഹുൽ ഗാന്ധി ഇന്ന് ജനങ്ങളുമായി പൊതുസമ്മേളനം, അതായത് ജനങ്ങളുമായി വാഹനത്തിനുള്ളിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധി സംസാരിക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് യാത്രയ്ക്ക് മണിപ്പൂരിന്റെ വിവിധയിടങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ജയറാം രമേശും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ ഇവിടെയുണ്ട്. എല്ലാവരും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി കാണാനും രാഹുൽ ഗാന്ധിക്കൊപ്പം ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ ബസ്സിൽ ജയറാം രമേശും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വാഹനത്തിലുള്ളത്. അവരുൾപ്പെടെ ഇപ്പോൾ പുറത്തിറങ്ങി നിന്ന് ആളുകളുമായി സംസാരിക്കുകയാണ്, അവരുമായി ചിത്രമെടുക്കുകയാണ്. ഇത്തരത്തിൽ വലിയ ഒരു സ്വീകരണം രാഹുൽ ഗാന്ധിക്ക് മണിപ്പൂരിന്റെ മണ്ണിൽ ലഭിക്കുന്നുണ്ട്. മണിപ്പൂരിൽ നിന്നാണ് രാഹുൽ ഗാന്ധി യാത്ര ആരംഭിച്ചത്. കാരണം വലിയ രീതിയിൽ സംഘർഷം ഉണ്ടായ ഒരു സ്ഥലമാണ്. സംഘർഷം